കഴിഞ്ഞ ദിവസം പെറ്റിക്കോട്ടിൻ്റെ പാറ്റേൺ മേക്കിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് നിങ്ങളും എൻ്റെ കൂടെ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ മെൻഷൻ ചെയ്യാം. നിങ്ങൾ അതൊന്ന് പോയി ഫസ്റ്റ് കാണുക. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതുകൊണ്ട് യൂസ് ഉണ്ടാവുള്ളൂ. കാരണം ഇന്ന് നമ്മൾ ചെയ്യുന്നത് പെറ്റിക്കോട്ട് എങ്ങനെ ചെയ്തെടുക്കാം, നമ്മളെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫ്രോക്കും ചെയ്യാം. അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ പാറ്റേൺ ചെയ്ത ആ ഒരു വീഡിയോയിൽ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ഫ്രോക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതുകൂടി വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വൈകാതെ തന്നെ നമ്മളത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എങ്ങനെ പെറ്റിക്കോട്ട് നോർമൽ നമ്മൾ കുട്ടികളൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്ന പെറ്റിക്കോട്ട് ഉണ്ടല്ലോ, അതെങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സായിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമല്ല നമ്മൾ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വർക്ക്സും കാര്യങ്ങളും അതുപോലെ ഡൗട്ട്സൊക്കെ ചോദിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ആവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിയ. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ നമുക്ക് പെറ്റിക്കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് സിസേഴ്സ് ആവശ്യമാണ്, അതുപോലെ മെഷറിംഗ് ടാപ്പ് ആവശ്യമാണ്, പിന്നെ നമ്മൾ മുന്നേ ചെയ്തെടുത്ത ആ ഒരു പാറ്റേണും നമുക്ക് ആവശ്യമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പെറ്റിക്കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പാറ്റേൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ. അപ്പോൾ ഇതിൽ ബാക്ക് പാർട്ട് വരുന്നുണ്ട്, ഫ്രണ്ട് പാർട്ട് വരുന്നുണ്ട്, അതുപോലെ ഒരു സ്കേർട്ട് പാർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഫാബ്രിക് കട്ട് ചെയ്യുന്നതും പെറ്റിക്കോട്ട് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഫ്രണ്ട് പാർട്ടാണ് എടുക്കുന്നത്. ബാക്കി പാറ്റേൺസ് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഫ്രണ്ട് പാർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ക്ലോത്ത് ഒരു നോർമൽ കോട്ടൻ്റെ ക്ലോത്താണ്. നമ്മൾ പെറ്റിക്കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കോട്ടൻ്റെ ഒരു നോർമൽ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്ലോത്തിനെ നമുക്ക് സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഓക്കെ, ഞാൻ സെൻറ്റർ ഓൾറെഡി ഇത് ഫോൾഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേണിൻ്റെ കറക്റ്റ് അളവിനനുസരിച്ചിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് കറക്റ്റ് സെൻറ്റർ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പോർഷന് നമ്മളിവിടെ പാറ്റേൺ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോർഷന് നമുക്കവിടെ വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികം വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാറ്റേണിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഈ ഒരു ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമ്മൾ പാറ്റേൺ വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്യാണ്. ഞാൻ നമ്മുടെ പാറ്റേണിൻ്റെ ബെനിഫിറ്റ്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കൂടുതൽ വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ ക്ലോത്ത്സൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാറ്റേൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. നമുക്ക് കറക്റ്റ് സൈസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വരച്ചു കൊടുക്കാം നമ്മുടെ ചോക്ക് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ടിൻ്റെ പാറ്റേൺ എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം.
കറക്റ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പാർട്ടിനും ഫ്രണ്ട് പാർട്ടിനും സെയിം ലെങ്ത്തിൽ നിന്ന് കിട്ടും. അതായത് നമ്മൾ ഇപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കി ഈ ഒരു വരുന്ന പോർഷൻ കൊണ്ട് നമുക്ക് ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വേസ്റ്റേജ്, ക്ലോത്തിൽ വരുന്ന അത്രയും വേസ്റ്റേജ് നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും, പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം നമുക്ക് ഇനി ബാക്ക് പാർട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടുന്നത് സ്കേർട്ട് പാർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ പാറ്റേൺ എടുക്കാം. ഓക്കെ, നമ്മൾ സ്കേർട്ട് പാർട്ടിൻ്റെ പാറ്റേൺ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്ലോത്ത് വെച്ചുകൊണ്ട് നമുക്കത് കട്ട് നമ്പർ 2 ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ ഫോൾഡിങ്ങും വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ക്ലോത്ത് സെൻറ്ററിൽ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാറ്റേൺ കട്ട് നമ്പർ 2 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി ഫോൾഡ് ചെയ്യണം. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു കട്ടിൽ തന്നെ നമുക്ക് 2 പാർട്ടായിട്ട് കിട്ടും. അതായത് നമുക്ക് ഫ്രണ്ടിക്ക് വേണ്ടതും ബാക്കിക്ക് വേണ്ടതുമായിട്ടുള്ള 2 പീസസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടും ഒന്ന് ഫോൾഡ് ചെയ്തു. ഓക്കെ, ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് അല്ലേ എന്നൊന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ നമ്മൾ ഇവിടെയാണ് ഫോൾഡിങ് വരുന്നത്. നമ്മളിവിടെ ഫോൾഡിങ് വെച്ചിട്ടുള്ള രീതിയിൽ ചെയ്തു. അപ്പോൾ നമ്മുടെ പാറ്റേൺ വെച്ചതിന് ശേഷം കറക്റ്റ് മെഷർമെൻറ്റിൽ എടുത്താൽ മതി. കാരണം നമ്മൾ ക്ലോത്ത് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാറ്റേൺ ഉള്ളതും കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ എത്ര ക്ലോത്ത് വേണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റ് ആ ഒരു ലെങ്ത്തിൽ നമുക്ക് നമ്മുടെ സ്കേർട്ട് പാർട്ട് കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇത്രയാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പോർഷൻ, അതായത് നമുക്ക് ഇവിടെ ബാക്കി വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണമെന്നില്ല. കാരണം നമുക്ക് പ്ലീറ്റ്സ് ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷനിലും കൂടി നമ്മൾ പ്ലീറ്റ്സ് ആക്കിയിട്ട് കൊടുത്താൽ മതി. ഇനി അല്ല നിങ്ങൾക്ക് കൂടുതൽ പ്ലീറ്റ്സ് ഒന്നും വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതല്ല പ്ലീറ്റ്സ് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പം ഞാനിതിവിടെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. കാരണം കുറഞ്ഞ ഒരു പോർഷൻ മാത്രമേ പിന്നെ ബാക്കിയായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും പോർഷൻസും കൂടി നമ്മൾ പ്ലേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെറ്റിക്കോട്ടിനാണെങ്കിലും തന്നെ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നില്ല. ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഞാൻ വരച്ചു കൊടുക്കുകയാണ്. ഈ ഒരു പോർഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ പ്ലേറ്റ്സ് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡി പാർട്ടിന് കറക്റ്റായിട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും നമ്മൾ ഈ ഒരു ഫോൾഡിൽ കട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടുള്ള ആ ഒരു സെൻറ്റർ ഉണ്ടല്ലോ, നമ്മൾ രണ്ടെണ്ണം ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഫോൾഡ് ചെയ്തത്, രണ്ടാമത് ഫോൾഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു പോർഷനാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2 പീസസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സ്കേർട്ട് പാർട്ട് ഇത് ഫ്രണ്ട് പാർട്ടിക്കും നമുക്ക് യൂസ് ചെയ്യാം, ഇത് ബാക്ക് പാർട്ടിക്കും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ 2 പോർഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്യേണ്ടതൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ബയാസ് പീസാണ്. ബയാസ് പീസ് എന്താണെന്നുള്ളത് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ സമ്മർ ഫ്രോക്ക് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്നുകൂടി പറയാം.
നമ്മൾ കേവി ആയിട്ട് വരുന്ന പോർഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ നെക്കായാലും ആം ഹോളിൻ്റെ സൈഡായാലും അവിടെയൊക്കെ നമ്മൾ കേവി ആയിട്ടാണ് വരുന്നത്. അവിടെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന പീസസ് കൊണ്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡയഗണലി വരുന്ന രീതിയിൽ, അതായത് ക്രോസ് വൈസ് ഗ്രെയിൻ ലൈൻ വരുന്ന രീതിയിൽ നമ്മൾ പീസസ് കട്ട് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെക്കും അതുപോലെ ആം ഹോളൊക്കെ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ബയാസ് പീസ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബയാസ് പീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലോത്തിനെ നമുക്കൊന്ന് സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ബയാസ് പീസ് പിന്നീട് നമുക്ക് വേറെ ഡ്രസ്സൊക്കെ ചെയ്യുമ്പം യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. എനിക്ക് ഈ ഒരു ഫാബ്രിക്കിൽ ഇനി കുറച്ചുകൂടിയും ക്ലോത്ത് ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ ആയിരിക്കും ഇനിയുള്ള ക്ലാസ്സസിലും നമ്മൾ ഓരോ ഗാർമെൻറ്റ്സും ചെയ്യുന്നത്. അപ്പോൾ അതിലും നമുക്ക് ചിലപ്പം ബയാസ് പീസസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അന്നേരം കൂടി യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത്രയും പോർഷൻസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്ക്വയർ പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബയാസ് പീസ് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ ഈ ഒരു സ്ക്വയർ പീസിനെ ഒന്ന് ഡയഗണലി ലൈന് വരച്ച് കൊടുക്കുക, ഒരു 45 ഡിഗ്രി. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കറക്റ്റ് 45 ഡിഗ്രി വേണമെന്നില്ല, ഏകദേശം 45 ഡിഗ്രിയിൽ വരുന്ന രീതിയിൽ ഒരു ഡയഗണൽ ലൈന് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബയാസ് പീസിൻ്റെ വിഡ്ത്തായിട്ട് എടുക്കുന്നത് 1.5 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ്ലി 1.5 ഇഞ്ച് വെച്ചിട്ടുള്ള പീസസ് വരച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ പിന്നീട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ബയാസ് പീസസ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ബയാസ് പീസ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഇത്തിരി മടിയുള്ള കാര്യമാണ്. കാരണം നമ്മളത് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചെയ്യുമ്പം ഒരുപാട് അങ്ങ് ചെയ്ത് വെക്കാറാണുള്ളത്. പ്രത്യേകിച്ച് ഞാൻ വർക്ക്സൊക്കെ ക്ലാസ്സിൽ വേണ്ടിയിട്ട് റെക്കോർഡ് വർക്ക്സൊക്കെ ചെയ്യുമ്പം ബയാസ് പീസസ് ഞാൻ ഫസ്റ്റ് ചെയ്ത് വെക്കും. അത് കുറച്ച് എണ്ണം ഞാൻ ചെയ്ത് വെക്കും, കുറച്ച് കൂടുതൽ ചെയ്ത് വെക്കും. പിന്നെ അത് ഓരോ ഡ്രസ്സസും ചെയ്യുമ്പം അതിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ പോപ്ലിൻ ക്ലോത്തിൻ്റെ ഒരു ബണ്ടിൽ വാങ്ങിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ സെയിം കളർ തന്നെയാണ് എല്ലാതും വരുന്നത്. എല്ലാ ഗാർമെൻറ്റും സെയിം കളർ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ബയാസ് പീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടും ആ ഒരു ബയാസ് പീസസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നു. അപ്പം ഞാൻ ഒരുപാട് എണ്ണം ഒരുമിച്ച് ചെയ്യാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിലും നമുക്ക് അത്യാവശ്യം ക്ലോത്ത്സ് ഈ ഒരു കളറിൽ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ വരും ക്ലാസ്സസിലും നമ്മൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ ആയിരിക്കും ഗാർമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇത്രയും ബയാസ് പീസസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് ബയാസ് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബയാസ് പീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ട്രെച്ചബിൾ ആയിരിക്കും. നമ്മൾ കേവ് ആയിട്ട് വരുന്ന പോർഷനിലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിത് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പെർഫെക്ഷനോടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ല നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസസ് ആണ് എടുക്കുന്നത്, സ്ട്രൈറ്റ് ഗ്രെയിൻ ലൈനിൽ വരുന്ന പീസസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കേവി ആയിട്ടുള്ള പോർഷൻസിൽ സാധാരണ നമ്മൾ ബയാസ് പീസസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നെക്ക് പാർട്ടുകൾ ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫ്രണ്ട് പാർട്ടിൻ്റെ ആയാലും ബാക്ക് പാർട്ടിൻ്റെ ആയാലും ഫസ്റ്റ് നമ്മൾ നെക്കാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ബാക്ക് നെക്ക് എടുക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്.
അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബയാസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു ബയാസ് പീസ് കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ ക്ലോത്തിൻ്റെ, നമ്മുടെ ഫാബ്രിക്കിൻ്റെ റൈറ്റ് സൈഡ് ഇതുപോലെ മുകളിലാക്കി വെക്കണം. ഇപ്പോൾ ഈ ഒരു ക്ലോത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡും റോങ് സൈഡും അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മൾ കുറച്ചൊരു എംബ്രോയ്ഡറി വരുന്ന അല്ലെങ്കിൽ പെയിൻറ്റിങ്സ് ഒക്കെ വരുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രിൻസ് ഒക്കെ വരുന്ന ക്ലോത്തുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും റൈറ്റ് സൈഡും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലോത്തിന് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സൈഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം റൈറ്റ് സൈഡ്, അതായത് നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഇതുപോലെ വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബയാസ് പീസ് എടുത്തിട്ട് ഈ ഒരു ബയാസ് പീസ് സെൻറ്ററിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതവിടെ നിൽക്കും. അതല്ല നിങ്ങൾക്ക് അയൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ അയണൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബയാസ് പീസ് എടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഒരു സൈഡ് ഓപ്പണിങ്ങും വരുന്നുണ്ട്, ഒരു സൈഡ് ഫോൾഡിങ്ങും വരുന്നുണ്ട്. ഈ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗം നമ്മുടെ ഈ ഒരു നെക്കിൽ വെച്ചതിന് ശേഷം നമ്മൾ സീം അലവൻസ് എത്രയാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു സീമിനനുസരിച്ചിട്ട് നമുക്കിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു നെക്ക് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡ്, നമ്മുടെ ഫാബ്രിക്കിൻ്റെ റൈറ്റ് സൈഡിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ബയാസ് പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീം നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ഒരു 1/2 ഇഞ്ച് വെച്ച് നമ്മൾ സീം കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയ ചെറിയ നോച്ചസ്, അതായത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്ക് ചെയ്തെടുക്കുമ്പം അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നോച്ചസ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്ത സ്റ്റിച്ചിൽ വീഴാതെ നോക്കുക. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബയാസ് പീസ് ഉണ്ടല്ലോ, നമ്മൾ ചെയ്ത ഈ ഒരു ബയാസ് പീസിനെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങോട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പം നമ്മൾ ഒരിക്കലും ഈ ഒരു സീമിനെ ബാക്കിലോട്ട് ആക്കാൻ പാടില്ല. ഈ ഒരു സീമും ഈ ഒരു ബയാസ് പീസും കൂടെ കൂടിയിട്ട് വേണം നെക്സ്റ്റ് സ്റ്റിച്ച് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സീമിൻ്റെ ആ ഒരു സൈഡിലോട്ട് നമ്മൾ ഈ ഒരു ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പോർഷനിലുള്ള ഈ ഒരു ബയാസ് പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു എഡ്ജിലൂടെ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ബോഡി പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ ബാക്ക് പാർട്ടാണല്ലോ അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോഡി പോർഷനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബയാസ് പീസും കൂടെ നമ്മൾ ചെയ്തെടുത്ത ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ഈ ഒരു എഡ്ജിലൂടെ ഈ ഒരു ബയാസ് പീസിൻ്റെ മുകളിലൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു പ്രസ് സ്റ്റിച്ച് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു എഡ്ജിലൂടെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബയാസ് പീസ് ഉണ്ടല്ലോ, ഈ ഒരു ബയാസ് പീസിനെ കംപ്ലീറ്റ് ആയിട്ടും ഉള്ളിലോട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഒരു എഡ്ജിലൂടെ, അതായത് ഈ ഒരു ബയാസ് പീസിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, ഈ ഒരു എഡ്ജിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് ഡിഫറൻസിൽ ഇവിടെ കൂടെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ ബാക്ക് പോർഷൻ്റെ നെക്ക് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുക്കുക. ഓക്കെ, നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്ക് പോർഷൻ്റെ ചെയ്ത അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ എടുക്കുക. ഇതാണ് റൈറ്റ് സൈഡ്, ഇതാണ് റോങ് സൈഡ്. ഓക്കെ, ഇതാണ് നല്ല വശം. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ പുറത്തേക്ക് കാണുന്ന ഭാഗമാണിത്. അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ക്ലോത്തിന് അങ്ങനെയൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ നോർമലി നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ വെയർ ചെയ്യുന്ന ക്ലോത്തുകൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്, റൈറ്റ് സൈഡ് റോങ് സൈഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം റൈറ്റ് സൈഡ് എടുത്ത് വെക്കുക, നല്ല വശം ഇതുപോലെ എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ബയാസ് പീസ് എടുക്കുക. ബയാസ് പീസ് എടുത്തിട്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്, ജസ്റ്റ് ഞാൻ ഒന്നുകൂടി പറയുന്നേ ഉള്ളൂ കേട്ടോ. ബയാസ് പീസ് എടുത്തതിന് ശേഷം ഇതൊന്ന് സെൻറ്റർ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക.
സെൻറ്റർ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഓപ്പൺ ആയിട്ട് കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നമ്മുടെ നെക്കിൻ്റെ അവിടെ വെച്ചതിന് ശേഷം നമ്മൾ സീം അലവൻസ് എത്രയാണോ കൊടുത്തത് അത് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് നെക്ക് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുക. സീം അലവൻസ് നമ്മളിപ്പോൾ അവിടെ അറേഞ്ചാണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ അത് അറേഞ്ച് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ബയാസ് പീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുകയാണ്. നോച്ചസ് ഇടുമ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്റ്റിച്ചിൽ തട്ടാണ്ട് നോക്കുക. ഞാനത് അടുത്തടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ചിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്റ്റിച്ചിൽ തട്ടാണ്ട് പതുക്കെ ചെയ്യുക. നമ്മൾ എത്രത്തോളം നോച്ചസ് ഇട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ പെർഫെക്ഷന് കൂടും കേട്ടോ. നമ്മൾ നോച്ചസ് അടുപ്പിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ബയാസ് പീസിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു എഡ്ജിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആയിട്ട് വന്നിട്ടുള്ള ത്രെഡൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ പ്രസ് സ്റ്റിച്ച് കൊടുക്കുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഒരു സീം അലവൻസും നമ്മുടെ ഈ ഒരു എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഒരു ബയാസ് പീസും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ പ്രസ് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ബയാസ് പീസിനെ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇവിടെ ജസ്റ്റ് ഒരു പ്രസ് സ്റ്റിച്ച് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തേക്ക് കാണുന്ന ഈ ഒരു ബയാസ് പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പോർഷനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഫ്രണ്ട് പോർഷനിലെ നെക്കും കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നെക്ക് കിട്ടിയിട്ടുള്ളത്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്ത നമ്മളെ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ബാക്ക് പോർഷന് എടുക്കുക, ബാക്ക് പാർട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാർട്ട് റൈറ്റ് സൈഡിൽ, അതായത് ഇപ്പോൾ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റൈറ്റ് സൈഡാണ്, ഇതാണ് റോങ് സൈഡായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ബാക്കിലോട്ട് പോകുന്നത്, ഇത് റൈറ്റ് സൈഡാണ്. എന്നിട്ട് റൈറ്റ് സൈഡ് ഇതുപോലെ വെക്കുക. അതിനുശേഷം നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ റൈറ്റ് സൈഡ്, ഇതാണ് ബാക്ക് പാർട്ടിൻ്റെ റൈറ്റ് സൈഡായിട്ട് വരുന്നത്. ഈ ഒരു റൈറ്റ് സൈഡും ഈ ഒരു റൈറ്റ് സൈഡും കൂടെ ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുക. അപ്പം ഇത് റൈറ്റ് സൈഡാണ് ബാക്ക് പാർട്ടിൻ്റെ, ഇത് ഫ്രണ്ട് പാർട്ടിൻ്റെ റൈറ്റ് സൈഡുമാണ്. അപ്പോൾ ഇതിങ്ങനെ ഫേസ് ടു ഫേസ് ആയി വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഷോൾഡർ നമ്മൾ 1/2 ഇഞ്ചാണ് സീം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് 2 ഷോൾഡർ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഷോൾഡർ 2 നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആം ഹോൾ ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആം ഹോളും ഈ ഒരു സെയിം വേയിൽ നമ്മൾ നെക്ക് എങ്ങനെയാണോ ഫിനിഷ് ചെയ്തെടുത്തത് ആ ഒരു സെയിം വേയിൽ തന്നെയാണ് കേട്ടോ ഫിനിഷ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബയാസ് പീസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ സ്ലീവ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ആം ഹോൾ ഫിനിഷ് ചെയ്തെടുക്കേണ്ടി വരുന്നത്. ഇതിപ്പോൾ നമ്മൾ സ്ലീവ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആം ഹോൾ ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അവിടെ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം വരുമ്പോൾ അപ്പോൾ ഈ ഒരു പോർഷനെ നമുക്ക് കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫിനിഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കവിടെ ജസ്റ്റ് ഓവർലോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആം ഹോൾ ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബയാസ് പീസ് എടുത്തിട്ടുണ്ട്. ബയാസ് പീസ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെൻറ്റർ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗം നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ ഈ ഒരു പോർഷനിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആം ഹോൾ കംപ്ലീറ്റ് ആയിട്ടും ഒരു 2 പീസ് വരുന്നുണ്ടല്ലോ, ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും, ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് ഈ ഒരു ആം ഹോൾ ഇതുപോലെ നമ്മൾ 1/2 ഇഞ്ചാണല്ലോ സീം കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഫിനിഷ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്കിൽ ചെയ്തതുപോലെ തന്നെ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ബയാസ് പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറിയ ചെറിയ നോച്ചസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബയാസ് പീസ് നമ്മുടെ ഈ ഒരു സീം ഉണ്ടല്ലോ, ഈ ഒരു സീമിൻ്റെ ആ ഒരു സൈഡിലോട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇവിടെ എഡ്ജിലൂടെ നമുക്കൊരു പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ പ്രസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ബയാസ് പീസിനെ കംപ്ലീറ്റ് ആയിട്ടും ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ബയാസ് പീസിൻ്റെ എഡ്ജിലൂടെ, അതായത് ഈ ഒരു പോർഷനിലൂടെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ടും. അപ്പോൾ ഓക്കെ, നമ്മൾ നമ്മുടെ ആം ഹോൾ ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ആം ഹോൾ നമുക്ക് കിട്ടുന്നത്. നമ്മൾ നെക്ക് എങ്ങനെയാണോ ഫിനിഷ് ചെയ്തെടുത്തത് സെയിം വേയിൽ തന്നെയാണ് നമ്മൾ ആം ഹോളും ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ആം ഹോളും കൂടി ഫിനിഷ് ചെയ്തെടുക്കാം. അത് ഞാൻ കാണിക്കുന്നില്ല. നമ്മൾ ഇതെങ്ങനെയാണോ ഈ ഒരു ആം ഹോൾ എങ്ങനെയാണോ ഫിനിഷ് ചെയ്തെടുത്തത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ആം ഹോളും ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. സെക്കൻഡ് ആം ഹോളും കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബോഡി പാർട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്, ആം ഹോൾ ആണെങ്കിലും നെക്കാണെങ്കിലും. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ സ്കേർട്ട് പാർട്ടിൽ പ്ലീറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലീറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ 2 മെത്തേഡ്സ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് രണ്ടും ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് പാർട്ടിന് ഒരു മെത്തേഡും ബാക്ക് പാർട്ടിന് മറ്റേ മെത്തേഡും വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ മെഷീൻ വെച്ചുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്ലീറ്റ്സ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ പ്ലീറ്റ്സ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ്. അപ്പം അത് എത്രത്തോളം നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല, കാരണം തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി കാണിക്കാം. നമ്മൾ ജസ്റ്റ് മെഷീൻ ഓൺ ചെയ്ത് മെഷീന് വെച്ചതിന് ശേഷം നമ്മളിതുപോലെ മെഷീന് വരുന്നതിനനുസരിച്ചിട്ട്, അതായത് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ വീഴുന്നതിനനുസരിച്ച് നമ്മളിതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പം നമുക്ക് അടിപൊളിയായിട്ട് പ്ലീറ്റായിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് പ്ലീറ്റ് കൊടുക്കുന്നതിൻ്റെ പ്രസർ ഫുഡ്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടും പ്ലീറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഈ ഒരു വേസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു വേസ്റ്റിൻ്റെ റൗണ്ട്, ആ ഒരു പോർഷനുമായിട്ട് ഇതൊന്ന് വെച്ച് നോക്കാം എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ വെച്ച് നോക്കുമ്പം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ലെങ്ത് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഒരു സ്റ്റിച്ച് ലെങ്ത്ത് നമ്മൾ മാക്സിമം കൊടുക്കുക. ഇപ്പം എൻ്റെത് മാക്സിമം 4 വെച്ചത് സ്റ്റിച്ച് ലെങ്ത്ത്. അപ്പോൾ ഈ ഒരു 4 നമ്മൾ സ്റ്റിച്ച് ലെങ്ത്ത് വെക്കുക. അതിന് ശേഷം നമ്മുടെ ഫാബ്രിക്കിൻ്റെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട ഭാഗം ഉണ്ടല്ലോ, ആ ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട ഭാഗത്ത് നമ്മൾ ജസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 1/2 ഇഞ്ചിലാണ് സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 1/4 ഇഞ്ചിൽ നമുക്ക് ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ത്രെഡ് വലിച്ചതിന് ശേഷം ഈ ഒരു എൻഡിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. കുറച്ചൊരു ത്രെഡ് എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ഈ ഒരു ത്രെഡിൻ്റെ 2 പാർട്ട് ഉണ്ടല്ലോ, നമ്മൾ താഴെ കൊടുക്കുന്ന ത്രെഡും അതുപോലെ തന്നെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ത്രെഡും, ആ ഒരു 2 ത്രെഡും കൂടെ തിരിച്ചെടുക്കുക. ഓക്കെ, ഇപ്പം നമ്മളിവിടെ അത് തിരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ത്രെഡ്, ഇനിയിപ്പം നമ്മൾ മുകളിൽ കൊടുത്ത ത്രെഡാണെങ്കിലും താഴെ കൊടുത്ത ത്രെഡാണെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ത്രെഡ് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്ലീറ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
ഓക്കെ, ഇപ്പം നമുക്ക് ഇതുപോലെ പ്ലീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോഡി പാർട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബോഡി പാർട്ടിനനുസരിച്ചിട്ട് ഈ ഒരു പ്ലീറ്റിനെ മാറ്റിയെടുക്കാം. ഓക്കെ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഒരുപോലെ പ്ലീറ്റ് വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റിച്ചിങ് ലെങ്ത്ത് നമ്മൾ നോർമലി എത്രയിലാണോ ചെയ്യുന്നത് ആ ഒരു ലെങ്ത്തിൽ വയ്ക്കുക. ഇപ്പം ഞാൻ 3-ൻ്റെയും 2-ൻ്റെയും ഇടയിലാണ് സ്റ്റിച്ചിങ് ലെങ്ത്ത് കൊടുക്കാറുള്ളത്. അപ്പം അതുപോലെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പ്ലീറ്റോട് കൂടി നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പ്ലീറ്റ് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ആ ഒരു ത്രെഡിൻ്റെ മുകളിലോട്ട് തന്നെ ഈ ഒരു പ്ലീറ്റ് എങ്ങനെയാണോ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് സെയിം വേയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ത്രെഡൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ 2 സ്കേർട്ട് പാർട്ടിലും നമ്മൾ പ്ലീറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും 2 മെത്തേഡിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് ഏത് മെത്തേഡാണോ ആ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് ഇവിടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബോഡി പാർട്ടിൻ്റെ റൈറ്റ് സൈഡാണിത്. അപ്പോൾ ഈ ഒരു റൈറ്റ് സൈഡിൽ നമ്മുടെ ഈ ഒരു സ്കേർട്ടിൻ്റെ റൈറ്റ് സൈഡ് ഇതാണ് വിചാരിക്കുക. ഇപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ റൈറ്റ് റോങ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സൈഡ് റൈറ്റ് ആയിട്ട് എടുക്കുകയാണ്. ഇതാണ് റൈറ്റ് സൈഡ് എന്ന് വിചാരിക്കുക. ഈ ഒരു റൈറ്റ് സൈഡിനെ നമ്മൾ ഇതുപോലെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ റൈറ്റ് സൈഡുമായിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ ഇതും റൈറ്റ് സൈഡാണ്, ഇതും റൈറ്റ് സൈഡാണ്. ഓക്കെ, അതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലീറ്റ് കറക്റ്റായി വെച്ചതിന് ശേഷം ഇതിലൂടെ നമ്മൾ 1/2 ഇഞ്ചാണല്ലോ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സീം അലവൻസോട് കൂടി നമ്മൾ ഇതിലൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു പോർഷനിൽ നമ്മളിപ്പം ഫ്രണ്ട് പാർട്ടിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ബോഡി പാർട്ടും നമ്മുടെ സ്കേർട്ട് പാർട്ടും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സെയിം വേയിൽ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും ചെയ്തെടുക്കാം. ബാക്ക് പാർട്ട് ഇതുപോലെ നിർത്തി വയ്ക്കുക. ബാക്ക് പാർട്ടിൻ്റെ റൈറ്റ് സൈഡാണിത്. അതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ റൈറ്റ് സൈഡ് ഇതാണെന്ന് വിചാരിക്കുക. ഈ ഒരു റൈറ്റ് സൈഡ് ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ബാക്ക് പാർട്ടിലും നമ്മുടെ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ബാക്ക് പാർട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് സൈഡ് ജോയിൻ ചെയ്യാം. നമ്മുടെ ബോട്ടം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ സൈഡ് നമ്മൾ കൊടുത്തേക്കുന്നത് 1.5 ഇഞ്ച്, നമ്മൾ സൈഡ് കൊടുത്തേക്കുന്നത് 1 ഇഞ്ചാണ് അല്ലേ. സീം അലവൻസ് ആയിട്ട് കൊടുത്തേക്കുന്നത് 1 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു 1 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മുടെ റൈറ്റ് സൈഡും ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് 1 ഇഞ്ച് വെച്ച് സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഒരു സൈഡ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സെയിം വേയിൽ തന്നെ നമുക്ക് മറ്റേ സൈഡ് കൂടി ഫിനിഷ് ചെയ്തെടുക്കാം. മറ്റേ സൈഡ് നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് 1 ഇഞ്ച് വെച്ചിട്ട് തന്നെ 1 ഇഞ്ചാണല്ലോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 1 ഇഞ്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ മറ്റേ സൈഡും ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടം പോർഷനിൽ നമ്മൾ 1.5 ഇഞ്ചാണല്ലോ കൊടുത്തിട്ടുള്ളത് സീം അലവൻസ് ആയിട്ട്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ബോട്ടം പോർഷൻ ഫിനിഷ് ചെയ്യുന്ന കാര്യമൊന്നും ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. 1.5 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക, പിന്നെ ഒരു 1 ഇഞ്ച് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, നമ്മുടെ പെറ്റിക്കോട്ട് നമ്മളിവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ പെറ്റിക്കോട്ട്. ഓക്കെ, ഇത് നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷിങ് ഇരിക്കുന്നത് നമ്മൾ എത്രത്തോളം അത് അയൺ ചെയ്ത് ശരിയാക്കുന്നു എന്നുള്ളതിലാണ്. നമ്മളൊരു ഡ്രസ്സ് അയൺ ചെയ്ത് കഴിഞ്ഞാലും അയൺ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മളൊരു എന്തൊരു ഗാർമെൻ്റ് ആയിക്കഴിഞ്ഞാലും അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്ത് അതിൻ്റെ നമ്മൾ സ്റ്റിച്ചിങ് കൊടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങിന് നമുക്ക് ഒന്നുകൂടി പെർഫെക്ഷൻ തോന്നും. ഇപ്പം ഞാനതിവിടെ അയൺ ചെയ്തിട്ടില്ല. അപ്പം ഇതാണ് നമ്മുടെ പെറ്റിക്കോട്ട് വരുന്നത്. അപ്പം നമ്മൾ പെറ്റിക്കോട്ട് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേയിൽ തന്നെ നമുക്ക് നമ്മുടെ കിഡ്സിനൊക്കെയുള്ള ഫ്രോക്കുകളൊക്കെ ചെയ്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ഉടനെ തന്നെ ചെയ്യും കേട്ടോ. നമ്മൾ കിഡ്സിൻ്റെ ഫ്രോക്ക് എങ്ങനെ ചെയ്യാം, ഈ ഒരു പെറ്റിക്കോട്ടിൻ്റെ പാറ്റേൺ വെച്ചുകൊണ്ട് തന്നെ കിഡ്സിൻ്റെ ഫ്രോക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഉടനെ തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാറ്റേൺ കളയരുത്. അപ്പം ഈ ഒരു പാറ്റേൺ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ഫ്രോക്കും ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളതിൽ ലൈനിങ് കൊടുക്കുന്നത് കൊണ്ടുള്ള ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ളൂ വരുന്നത്. അതല്ലാതെ ഒക്കെ സെയിം വേയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ സ്ലീവ്സ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസും അത്രയേ ഉള്ളൂ. അതല്ലാതെ ബാക്കിയെല്ലാം നമ്മൾ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പാറ്റേൺ നിങ്ങൾ കളയരുത്. നമുക്ക് കിഡ്സിൻ്റെ ഫ്രോക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ പെറ്റിക്കോട്ട് ഇത്രയേ ഉള്ളൂ. ഇതിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോ കാണുന്നത്, നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ചിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ആവാം. നിങ്ങൾ ചെയ്യുന്ന വർക്ക്സ് ആണെങ്കിലും ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ പെറ്റിക്കോട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പെറ്റിക്കോട്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് മക്കൾക്കൊക്കെ യൂസ് ആവുന്ന ഒന്നാണ് ഈ ഒരു പെറ്റിക്കോട്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ ഭയങ്കര ചൂടാണ്. അപ്പം മക്കൾക്കൊക്കെ കൂടുതലും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർമെൻറ്റാണ് പെറ്റിക്കോട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എങ്ങനെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനതിവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം മക്കളുടെ ബോഡി മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ഒരു പെറ്റിക്കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. കാരണം നമ്മുടെ വീഡിയോസ് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആകുന്ന ഒന്നാണ് നിങ്ങളുടെ കമൻറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ള മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് തിരുത്തിയും കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.